ആ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. എൻ്റെ സ്വപ്നത്തിൻ എഴുനില വീട്ടിൽ കഞ്ചബാണൻ്റെ കളിത്തോഴൻ, എൻ്റെ സ്വപ്നത്തിൻ എഴുനില വീട്ടിൽ കഞ്ചബാണൻ്റെ കളിത്തോഴൻ, കണ്ണിനാകെ കതിരൊളി വീശി വന്നു കയറി പോയി, കണ്ണിനാകെ കതിരൊളി വീശി വന്നു കയറി പോയി. ഇന്ന് നാം പരിചയപ്പെടുന്നത് ഹലോ റേഡിയോയിലെ അതിഥി പ്രമീള രാജനാണ്. വീട്ടമ്മമാർക്കിടയിൽ ഒരുപാട്, നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഗായകന്മാർ ഉണ്ടെന്നിരിക്കെ സംഗീതം പഠിച്ചിട്ടും അത് പുറത്തു വരാൻ കഴിയാത്ത ഒരു കാലഘട്ടത്ത് ജീവിച്ചിരുന്നവർ, അന്നത്തെ സ്ത്രീകൾക്ക് പുറത്ത് ചിലപ്പോൾ സംഗീത ഒരു കലാകാരിയായിട്ട് അറിയപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യമില്ലാതിരിക്കും. അത്തരത്തിലുള്ള ഒരു ഗായികയെയാണ്, ഒരുപാട് പ്രതിഭകളും കഴിവുകളുമൊക്കെയുള്ള ഒരു ഗായികയെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. പ്രമീള രാജൻ. പ്രമീള രാജനെ ഹലോ റേഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പോൾ പ്രമീള എനിക്ക് നേരത്തെ അറിയാം, ഒരുപാട് പേർക്ക് അറിയാം, എങ്കിലും പലർക്കും അറിയില്ല എന്ന് പറഞ്ഞ പോലത്തെയാണ് കാര്യങ്ങൾ, അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഇത്രയും കാലം സംഗീതമൊക്കെ പഠിച്ചിട്ടും പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ ഇരുന്നിരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അത് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയൊന്നും പുറത്തേക്ക് ക്ലാസ് ഇട്ട് വീട് ഇട്ട് ക്ലാസ്, അല്ലാതെ വേറൊരു ലോകമില്ല. പിന്നെ എന്ത് കഴിവുകളുണ്ടെങ്കിലും കൊച്ചിലേ തൊട്ട് എനിക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. ഫിലിമിലേക്ക് വരെ അവസരം വന്നിട്ടുള്ളതാണ്. ഈ സംഗീതം ഐച്ഛികമായിട്ട് വിഷയമായിട്ട് പഠിച്ചിരുന്നതാണല്ലേ? സംഗീതം 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ മ്യൂസിക് കോളേജിലേക്ക് നേരെ പോവുക ചെയ്തത്. അത് 4 വർഷത്തെ SR മ്യൂസിക് കോഴ്സും പിന്നെ 5 വർഷത്തെ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയുടെയും അല്ലല്ല, അത് നമ്മുടെ ഇവിടെ തന്നെ കൊച്ചിൻ ഹീറോസിന്റെ അവിടെ ഒരു എക്സാം നമുക്ക് അതിന് ഒരു അവസരം തന്നിട്ടുണ്ടായിരുന്നു. ഗുരുക്കന്മാരായിരുന്നു എൻ്റെ ഗുരു SR മ്യൂസിക് കോളേജിലെ ഗുരു എന്ന് പറഞ്ഞ ഗീതാറാം ടീച്ചറാണ്. അയ്യന്തോളാണ് ടീച്ചറുടെ വീട്. ടീച്ചർ ഞങ്ങൾക്ക് എല്ലാം ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനടക്കമുള്ള ടീച്ചേഴ്സിന് അമ്മയാണ്. ഞങ്ങൾക്ക് എന്തോ ഒരു കാര്യം പറയാലും ടീച്ചറെ അടുത്ത് പറഞ്ഞ ടീച്ചർ സങ്കടം കേട്ട് അത് എങ്ങനെയെങ്കിലും നമുക്ക് അതൊരു പരിഹാരം ഉണ്ടാക്കി തരും. അപ്പോൾ ഈ നമ്മൾ ക്ലാസിക്കൽ പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ക്ലാസിക്കൽ മ്യൂസിക് അങ്ങനെ കച്ചേരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കച്ചേരി നടത്തിയിട്ടുണ്ടോ? എനിക്ക് SRV കഴിഞ്ഞിട്ട് എനിക്ക് കൂടുതലും വിസ്താരണം ചെയ്യുന്ന രീതികളെ കുറിച്ച് കുറച്ച് അറിവ് കുറവായിരുന്നു. അത് കേശവ ഭാഗവതർ സാറ് പാലക്കാട്, ആള് മരിച്ചു. ഇപ്പോൾ ഫെബ്രുവരി 24-ാം തീയതി ചാത്താണ്. ഞങ്ങൾ എല്ലാ വർഷവും അവിടെ പോയി കച്ചേരി ചെയ്യാറുണ്ട്. അല്ലെ, നമ്മള് ഈ കച്ചേരി ചെയ്യുന്നതോടൊപ്പം തന്നെ സിനിമ പാട്ടുകളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും. തൃശ്ശൂർ ഏത് സംഘത്തിലൊക്കെ ആയിരുന്നു പാടിയിരുന്നത്? എല്ലാ സംഘത്തിലും കച്ചേരി മാത്രമായിട്ട് ഒരു 10-12 കച്ചേരി നമ്മുടെ തൃശ്ശൂർ റീജിയൻ തിയേറ്ററില് ഇവിടെ റീജിയൻ തിയേറ്ററില്, പിന്നെ ടൗൺ ഹാള്, കേരള സാഹിത്യ അക്കാദമി ഒക്കെ എൻ്റെ കച്ചേരി നടന്നിട്ടുണ്ട്. പിന്നെ ഒല്ലൂര് പാലിയേക്കര ചിറ്റിശ്ശേരി പറയും, അവിടെ അയ്യൻകോവിൽ ക്ഷേത്രത്തിൽ എൻ്റെ കച്ചേരി നടന്നുണ്ട്. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ കച്ചേരി നടന്നുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ കച്ചേരി നടക്കുന്ന ഏറ്റവും മുന്നേ 2020 ജാനുവരി ആ വർഷത്തിൽ തന്നെ
നമ്മുടെ ഭീമ ജ്വല്ലറിയുടെ കച്ചേരി ആലപ്പുഴയിൽ 2-2.5 മണിക്കൂർ. സിനിമ പിന്നണി ഗാനശാഖയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ആരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക എന്ന് പറഞ്ഞാൽ എല്ലാ ഗായികകളെയും പഴയ ഗായികകളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതിൽ മാധുര്യമ്മയുടെ ഗാനം ഇഷ്ടമാണ്, ജാനകി അമ്മയുടെ പാട്ട് ഇഷ്ടമാണ്. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്ന കുറെ ഗായികമാരുണ്ടാവും, അത് ആരാണ് ശരിക്കും? അത് ശരിക്കും പറയാൻ വെച്ചാൽ ജാനകി അമ്മയാണ്, പിന്നെ മാധുര്യമ്മയും. രണ്ടുപേരും. അപ്പൊ അവരുടെയൊക്കെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും? ജാനകിയമ്മയോടോ മാധുര്യമ്മയുടെ ഒരു പാട്ട് പെട്ടെന്ന് പാടാൻ പറഞ്ഞാൽ 4 വരി നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഏതാണ് പാടി കൊടുക്കാൻ കഴിയുക? വിവാഹനാളിൽ പൂവണി പന്തൽ വിണ്ണോളമുയർത്തു ശില്പികളെ, വിവാഹനാളിൽ പൂവണി പന്തൽ വിണ്ണോളമുയർത്തു ശില്പികളെ, ഉന്നത ശീർഷൻ എന്നാത്മനാഥൻ, ഉന്നത ശീർഷൻ എന്നാത്മനാഥൻ, ഉയരെ പണിയും മണിപന്തൽ, വിവാഹനാളിൽ പൂവണി പന്തൽ വിണ്ണോളമുയർത്തു ശില്പികളെ, വിണ്ണോളമുയർത്തു ശില്പികളെ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ ശരിക്കും കൊലുസുക്കിലിങ്ങുന്ന പോലെയാണല്ലേ പാട്ടിന്റെ ഒരു രീതി. അത് നിങ്ങളെ ഗാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. പഴയ പാട്ടുകൾ തീർച്ചയായിട്ടും അതിനോടൊന്നും ഇപ്പൊ ഒന്നും കടപിടിക്കാൻ സാധിക്കില്ല. പഴയ ഗാനങ്ങൾ ഏറ്റവും ഇഷ്ടമാണല്ലേ? പഴയ ഗാനങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മുടെ എന്താ പറയാ, ദേവി കന്യാകുമാരിയിലുള്ള ഗാനം, അത് ശ്രോതാക്കൾക്കായിട്ടൊന്ന് പാടാമോ നമുക്ക്? പെണ്ണ് എൻ്റെ തോണിയിൽ പൊന്നു വീണു പൊന്ന് കണ്ണ, നീ പണ്ടൊരു പൂത്തിമിംഗലമായി അന്നു നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാഴി, നീ പണ്ടൊരു പൂത്തിമിംഗലമായി അന്നു നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാഴി, അന്നെൻ്റെ ചൂണ്ടയിൽ നീ കൊത്തി നിന്റെ പൊന്നല്ലി ചിറകുകൊണ്ട് കണ്ണു പൊത്തി നീന്തി വാ, നിന്റെ പക്കൽ താമരപ്പൂ എനിക്കു താ, എനിക്കു താ കണ്ണ, ആലിലക്കണ്ണ, പാലാഴി തിരയിലൊഴുകും ആലിലക്കണ്ണ, ഞാനൊരു കന്നിമുക്കു പെണ്ണ്, എൻ്റെ തോണിയിൽ പൊന്നു വേണു പൊന്ന്, നീ പണ്ടൊരു മുനികുമാരനായി അന്നു നിന്റെ വെൺമഴ പറന്നു വീണ നീരാഴി, നീ പണ്ടൊരു മുനികുമാരനായി അന്നു നിന്റെ വെൺമഴ പറന്നു